എൻ്റെ പൊടിക്ക് ഞാൻ ഉപയോഗിക്കുന്ന നീലയമരിയും ഹെന്നയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് കാണിക്കുന്നത്. മുടി നിരയെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു ഹെയർ പാക്കാണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഹെന്നയാണ് ഉണ്ടാക്കുന്നത്. പുതുതായിട്ട് വരുന്ന മുടി ഒന്നും നരയ്ക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെന്ന മിക്സാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെന്ന ഇല ഉണക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല ഹെന്ന മിക്സ് അല്ലെങ്കിൽ പൊടി തന്നെ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ലീഫ് എടുത്തിട്ട് നമ്മൾ ഉണക്കിയെടുത്താൽ മതി. എന്നിട്ട് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കോഫി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കടുപ്പത്തിന് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ എന്ന അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അളവൊക്കെ ഞാൻ പറയാം. അടുത്തായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് നീലയമരി പൊടിയാണ്. അപ്പോൾ നീലയമരിയും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് എന്തുമാത്രം എടുത്തു അതിൻ്റെ ഒരു പകുതി അളവിൽ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം ഞാൻ പുതിയൊരു ബോട്ടിൽ നീലയമരി പൊട്ടിച്ചതാണ്. നീലയമരിയൊക്കെ നമ്മൾ റിസൾട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. ഇത് ഉപയോഗശേഷി ഇപ്പോൾ പൊട്ടിച്ചതേ ഉള്ളൂ. ഇതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെ വെക്കുവാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ത്രിഫല ചൂർണ്ണമാണ്, ത്രിഫലപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇത് ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മുടിക്ക് പുതിയ മുടികളൊക്കെ നല്ല കറുപ്പ് നിറത്തോടെ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ ഒരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചേർത്തത് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഹെന്ന പൗഡറും അതുപോലെ തന്നെ നീലയമരി അതുപോലെ തന്നെ ത്രിഫലപ്പൊടി, ഇത് 3ഉമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതും എക്സ്പയറി ഡേറ്റ് കഴിയാത്തതും അതുപോലെ തന്നെ തണുത്ത സ്ഥലത്ത്, അതായത് വെയിലടിക്കുന്ന പ്രദേശത്തൊന്നും വെക്കരുത് ഒരിക്കലും. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും. ഡോറിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പം നമ്മളിതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ കോഫി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഹെന്നയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തവരാണെങ്കിൽ പെട്ടെന്നൊന്നും അത് റിസൾട്ട് കിട്ടില്ല. അതിൻ്റെ ദോഷമൊക്കെ പോയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ മുടിയിൽ ഇത് പിടിക്കുകയുള്ളൂ. ഇതൊരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈ പോലെ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മുടിക്ക് നല്ലത്. ഇത് നമ്മുടെ മുടിയുടെ അളവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് കൂടുതലും കുറച്ചുമൊക്കെ എടുക്കാം. ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ അളവിലെടുത്താലും മതിയാകും. ഇത് നര ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് സമയം വെച്ചിരുന്നതിന് ശേഷം, അതായത് ഒരു ദിവസമെങ്കിലും വെച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നരച്ച മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്നതാണ്. അത് ആദ്യത്തെ ദിവസം തന്നെ മാറണമെന്നില്ല. 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും മാറുക. നമ്മുടെ മുടിയുടെ അവസ്ഥ അനുസരിച്ചാണ് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ചിലർക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ തന്നെ കാപ്പിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അത് വളരെ കുറച്ച് മുടി മാത്രം ഗ്രേ ആയിട്ടുള്ളവർക്കാണ് ആ രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് എന്ന് വിചാരിച്ച് എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ആണിയുണ്ട്, ഇരുമ്പാണി ഇതിലേക്ക് ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു രാത്രി അങ്ങനെ വെച്ചിരിക്കുന്നത് റിസൾട്ട് കിട്ടാനായിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുടിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെമിക്കലായിട്ടുള്ള ഷാമ്പൂസ് കാര്യങ്ങൾ ഉപയോഗിക്കരുത്. നമ്മൾ നോർമൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു ആണെങ്കിലും മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. 1 ടീസ്പൂൺ എന്ന അളവിലൊക്കെ വേണം നമ്മൾ ഷാമ്പു എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാൻ. ചില സമയത്ത് നമ്മുടെ ഓയിലി ആയിട്ട് ഹെയർ ഒത്തിരി ഇരിക്കണ പോലെ തോന്നിയും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എണ്ണ പുരട്ടുന്ന ദിവസങ്ങളിലും ഒക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ മാത്രം നമ്മൾ ആ രീതിയിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഷാമ്പു ഉപയോഗിക്കുക. അല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെയുള്ള ചെമ്പരത്തിയില അല്ലെങ്കിൽ വെള്ളില, കുറുന്തോട്ടി, ഇതെല്ലാം നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചെമ്പരത്തി പൂവ്, ഇതൊക്കെ നല്ല താളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലത്തെ ഒരു സ്പെഷ്യൽ ഹെന്നയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.